നമ്മുടെ നാട്ടിൽ ഡെങ്കിപ്പനി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഓരോ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും അവിടെ ഒന്നല്ല പകരം 4 ഡെങ്കി പോസിറ്റീവായ ആളുകളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് 75% ആളുകൾക്കും ഒരു സിംറ്റംസോ രോഗലക്ഷണങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. മാത്രമല്ല ഡെങ്കി പോസിറ്റീവ് ആവുന്ന 5% വരെ രോഗികളിൽ ഇത് ഒരു അതികഠിനമായ തീവ്രമായ അവസ്ഥയായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം ആളുകളുടെ പ്ലേറ്റ്ലെറ്റ്സ് ക്രമാതീതമായി കുറയുകയും അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ മരണം വരെ സംഭവിക്കാനും സാധ്യതയുണ്ട്. എല്ലാ വൈറൽ ഇൻഫെക്ഷൻസും പോലെയൊക്കെ തന്നെയാണ് ഇത് തുടങ്ങുന്നത്. പനി, തലവേദന, ശരീരവേദന, കണ്ണിന് ചുമപ്പ്, ക്ഷീണം എന്നിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കും ആദ്യം ഉണ്ടാവുക. എന്നാൽ ചില ആളുകളിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു അതിതീവ്രമായ അവസ്ഥയായി മാറിയേക്കാമെന്ന്. അത്തരം ആളുകൾക്ക് അതികഠിനമായ വയറുവേദനയും പിന്നെ മൂക്കിന് രക്തം വരിക, പല്ല് തേക്കുമ്പോൾ രക്തം പൊടിയുക, ഭയങ്കര ഛർദി ഉണ്ടാവുക, ഛർദിയിലും മലത്തിലും മൂത്രത്തിലും രക്തത്തിന്റെ അളവ് കാണുക എന്നിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം. ഇത്തരം ബുദ്ധിമുട്ടുകളെല്ലാം കണ്ടു തുടങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിക്കൽ വളരെ അനിവാര്യമാണ്. ഇല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ തീരുമാനമായിരിക്കും. ഇനി ഡെങ്കി എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്? കൊതുകുകൾ വഴിയാണ്. അതെല്ലാവർക്കും അറിയാം. അല്ലാതെ നമ്മൾ ഡെങ്കി ബാധിച്ച ഒരു പേഷ്യന്റിനോട് അടുത്തിടപഴകുന്നതുകൊണ്ടോ അവരെ കെട്ടിപ്പിടിക്കുന്നതുകൊണ്ടോ ഒന്നും നമുക്ക് അസുഖം വരാൻ പോകുന്നില്ല. അപ്പം എല്ലാ കൊതുകുകളും ഉപദ്രവിക്കുന്നുണ്ടോ? ഇല്ല. ഈഡിസ് ഇനത്തിൽപ്പെടുന്ന പെൺകൊതുകുകൾ മാത്രമാണ് ഈ അസുഖം ഉണ്ടാക്കുന്നത്. ഇതിനെ നമ്മളൊന്ന് പരിചയപ്പെടേണ്ടേ? ആക്ച്വലി പരിചയപ്പെടാൻ മാത്രമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന കൊതുക് തന്നെയാണ് ഈഡിസ്. നമ്മുടെ പകൽ സമയങ്ങളിലൊക്കെ കടിക്കുന്ന ഒരു തരം ചെറിയ കൊതുകില്ലേ, അതിൻ്റെ കാലിലും ഉടലിലും ഒക്കെ വെള്ളയും കറുപ്പും വരവരകൾ കാണാം. അത് നമ്മൾ കടിച്ചു പോയാൽ തന്നെ ചിലപ്പോൾ നമ്മൾ അറിയ പോലും ചെയ്യില്ല. ഇത്തരം കൊതുകുകളാണ് ഈഡീസ് കൊതുക്. ഇവയാണ് നമ്മൾ ഡെങ്കി പരത്തുന്നത്. ഈ കൊതുകുകൾ മിക്കവാറും പകൽ സമയങ്ങളിലാണ് ആക്റ്റീവ് ആവുന്നത്. അത് പ്രത്യേകിച്ച് രാവിലെ വെളിച്ചം വന്നു കഴിഞ്ഞ സമയം, അതേപോലെ തന്നെ വൈകുന്നേരം സന്ധ്യക്ക് തൊട്ട് മുന്നുള്ള സമയങ്ങളിലായിരിക്കും ഇവർ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആവുകയും ഏറ്റവും കൂടുതൽ ആളുകളെ കടിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രാത്രി ഈ മോസ്കിറ്റോ റിപ്പല്ലൻസും കൊതുക് വലയും എല്ലാം ഇട്ടത് കൊണ്ടൊന്നും വലിയ കാര്യമില്ല. പകലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നത് വെള്ളത്തിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടു ചുറ്റുമുള്ളതും വീടിനകത്തുമായിട്ടുള്ളതും വെള്ളം കെട്ടി നിൽക്കുന്ന എല്ലാ സാധനങ്ങളും ക്ലിയർ ചെയ്യുന്നുള്ളതാണ് ചെയ്യേണ്ടത്. പിന്നെ ഈ കൊതുകുകൾക്ക് 200 മീറ്റർ വരെയാണ് പറക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ വീട് മാത്രം ക്ലീൻ ചെയ്തുകൊണ്ട് കാര്യമില്ല, ചുറ്റുള്ള വീടുകളും ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. അപ്പം 1-2 കേസൊക്കെ റിപ്പോർട്ട് ചെയ്ത് കണ്ടു എന്നാണെങ്കിൽ പെട്ടെന്ന് തന്നെ അസോസിയേഷൻ മീറ്റിങ്ങോ അല്ലെങ്കിൽ ക്ലബിന്റെ മീറ്റിങ്ങോ കുടുംബശ്രീ യൂണിറ്റിന്റെ മീറ്റിങ്ങോ ഒക്കെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ കൂടി നിൽക്കുന്ന എല്ലാ ആളുകളോടും ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അവരവരുടെ വീട്ടിലുള്ള ചുറ്റുപാടുകളെല്ലാം വൃത്തിയാക്കാൻ ഉപദേശിക്കുകയും ഒക്കെ ചെയ്യുക. ഈ കൊതുകിന് വളരാൻ വേണ്ടി ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമില്ല. ഒരു കുമ്പിൾ വെള്ളം മതി. ഒരു ചിരട്ടയിൽ തങ്ങിക്കുന്ന വെള്ളം ഒന്നും വേണ്ട. നമ്മൾ പ്ലാസ്റ്റിക് കവർ ചുരുട്ടി കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഓരോ മടക്കുകൾ തങ്ങി നിൽക്കുന്ന വെള്ളത്തിൽ പോലും ഈ കൊതുക് മുട്ടയിടുകയും പെറ്റുപെരുകി വളരുകയും ഒക്കെ ചെയ്യും. പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഈഡിസ് കൊതുക് ഡെങ്കി മാത്രമല്ല പരത്തുന്നത്. ഈഡിസ് കൊതുക് ചിക്കൻ ഗുനിയ, സിക്ക പനി, യെല്ലോ പനി എന്നിങ്ങനെയുള്ള പലതരം അസുഖങ്ങളും പടർത്തുന്നുണ്ട്. നമ്മൾ ഗൂഗിളിനോട് ചോദിക്കുകയാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള മൃഗം ഏതാണെന്ന് ചോദിച്ചാൽ ഗൂഗിൾ പറയാ അത് കൊതുകുകളാണ് എന്നാണ്. കാരണം കൊതുകുകടിയേറ്റ് അസുഖം വന്ന് മരിക്കുന്ന ആളുകളുടെ എണ്ണം അത്ര അധികം കൂടുതലാണ്. അപ്പം നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചെറിയ ജീവിയെ തുരത്താൻ പറ്റുന്നതാണ്. ഇതുപോലെയുള്ള എന്തെങ്കിലും മെഡിക്കൽ ടിപ്സും ട്രിക്സും ഒക്കെ കേൾക്കാൻ ആഗ്രഹമുണ്ടെന്നാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ടേക്ക് കെയർ, സ്റ്റേ സേഫ്. അപ്പോൾ ശരി, ബൈ.